പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ് സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവർ. കർത്താവ്, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവേ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവരും യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉതച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ, നിന്റെ തിരുകുർബാനെന്ന് വരതുകരം, ആണിപ്പടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിത്യവൃത്തിക്ക് വകയില്ലാത്തവരുണ്ട്. എല്ലാ മേഖലകളിലും വിഷമിക്കുന്ന മക്കള്. ഇക്കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം ചെറിയവരെ തിരക്കാൻ ഉള്ള സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ്. ചിലര് പ്രത്യേക ഏജൻസിനെ വെച്ചുകൊണ്ട് ഇവിടെ ദരിദ്രരില്ല, രോഗികളില്ല, ഇവിടെ എല്ലാം ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ വരുത്തിയിട്ട് അതിൻ്റെ പിന്നിൽ ഏറ്റവും ദരിദ്രനെയും ഓരം കെട്ടി കിടക്കുന്നവനെയും അവനെ അഡ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സാമൂഹ്യമായി അന്ധകാരം നാടിനെ വ്യാപിക്കുന്നുണ്ട് കർത്താവേ. അത് എല്ലായിടത്തും അതുണ്ട്, ഒരിടത്തും ഒരു സ്റ്റേറ്റിലും മാത്രമല്ല.
ഈ രാജ്യത്ത് തന്നെ ഇങ്ങനെയുള്ള കുറേ ഏജൻസികൾ ഇരുന്നുകൊണ്ട് മിഥ്യാബോധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അവലംബമില്ലാതെ ഉഴറുകയും തെറ്റായ തീരുമാനങ്ങൾ കാരണം ഉള്ള തൊഴിലിടങ്ങൾ വരെ അടച്ചുപൂട്ടുന്നതിൻ്റെ ഭീതിയിലിരിക്കുന്നു. എല്ലാം അടച്ചുപൂട്ടി ഇനിയിപ്പോൾ ആരോഗ്യ മേഖലയും സമരം ചെയ്ത് അടച്ചുപൂട്ടിക്കുകയാണ് തൽപര കക്ഷികൾ. ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. നാളെ ഈ രാജ്യത്ത് ഒന്നിനും മുതൽ മുടക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പോഴും ഈ രാജ്യം 1-ാം സ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ ഇരുട്ടിലും സാമൂഹ്യ ഇരുട്ടിലും ഒരു ജനത പെട്ടുപോകുന്ന അവസ്ഥ. ദൈവമേ, നിന്റെ മക്കളും രാജ്യം വിട്ടുപോകുന്നു. ഞങ്ങളുടെ ഭരണാധികാരികൾ ആര് തന്നെയാണോ ഈ രാജ്യത്തിന് ഈ നാടിന് ഭരിക്കാൻ പോകുന്നത്, അവർക്ക് ആര് ഭരിച്ചാലും അവർക്ക് സത്യസന്ധമായ മാർഗങ്ങൾ ജനങ്ങളുടെ ശ്രേയസ്സിനും എല്ലാവരെയും സന്ധിക്കാൻ ആവശ്യമായ മാർഗം കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. വർഗീയത കൂടുതൽ രൂക്ഷമായിട്ട് പല്ലും നഖവും എടുത്ത് വളർത്തിയെടുത്തതിൻ്റെ പേരിൽ എല്ലാ മേഖലകളിലും ജനങ്ങൾ ചേരിതിരിഞ്ഞ് വൈരാഗ്യ ബുദ്ധിയോടുകൂടി വെറുപ്പ് കൃഷി ചെയ്യുന്ന അവസ്ഥയിലാണ്. കൃഷിയിടങ്ങളെല്ലാം തുറന്ന് കിടക്കുന്നു. അവിടെ ആർപ്പുവിളികളും പാട്ടുകളും ഒന്നുമില്ല, ഉൽപാദനങ്ങളില്ല. വെറുപ്പിൻ്റെ കൃഷി ഇറക്കുകയും അതേസമയം തന്നെ രാജ്യം അരാജകത്വത്തിലേക്ക് പോവുകയും ചെയ്യും. എല്ലാ സ്കൂളുകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് മേഖലകളാണ്. ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, ജോലി പിൻവാതിലൂടെ ഒപ്പിക്കുന്നവർ, അതേസമയം തന്നെ ജനങ്ങൾക്ക് ആശ്രയമായിരുന്ന പല ജോലി സംവിധാനങ്ങളും നോക്കുകുത്തിയെപ്പോലെ നിൽക്കുന്നത് ഉണ്ടാക്കുന്ന അരാജകത്വം വലുതാണ്. ദൈവമേ, ആ മേഖലയിലെല്ലാം മനുഷ്യന് സുബുദ്ധി തിരിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ രാഷ്ട്രീയവും സാമൂഹ്യവും വിദ്യാഭ്യാസപരമായിട്ട് മനുഷ്യൻ ഒരു വട്ടം മനുഷ്യരെ തീർത്തും അശക്തരാകും. അതുപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ടവരുമായിട്ട് മാറുന്നു. അവരെ ഓർത്താൻ ഞാൻ ഈ പ്രാർത്ഥന മുഴുവൻ പ്രാർത്ഥിച്ചു കൂട്ടുന്നത്. കർത്താവേ, അവർക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ആപ്തവാക്യം ഉയർത്തിക്കൊണ്ട് ഈ കാലങ്ങളിൽ ബൈബിള് ഇട്ടുകൊടുത്തിരിക്കുന്ന എക്കാലത്തെയും വലിയ പിടിവള്ളി ഇതിൽ മനുഷ്യൻ ആശ്രയിച്ചിരിക്കുന്നവരെല്ലാം നിന്റെ നാമത്തിൽ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി, വീട്, വിവാഹം, ആരോഗ്യം, യാത്ര, സാമ്പത്തിക ബാധ്യത, വിറ്റുമാറ്റാനുള്ള തൊഴിലുകൾ, കടങ്ങൾ, ജപ്തി നടപടി, വിവാഹ ആലോചനകൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, ഭവനരഹിതർ, ഏതെല്ലാം മേഖലകളിൽ അങ്ങയുടെ മക്കളെ വേദനിക്കുന്നുണ്ടോ, അന്തഃഛിദ്രം വന്ന കുടുംബങ്ങൾ, കേസും വാക്കാണവുമായിട്ട് നടക്കുന്ന, കോടതി കയറി ഇറങ്ങുന്ന കുടുംബങ്ങൾ, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുതിയ പുതിയ ആശങ്കകൾ വരികയാണ്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞവരെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നു. അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ട് അവർ പോകുന്ന ഇടങ്ങളിലെല്ലാം, നീ പോകുന്ന ഇടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടാകുന്ന അള്ളിച്ചിട്ട് കർത്താവേ, നിൻ്റെ ചൈതന്യം അവരേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കുക. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും
സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിലെ വളരെ നമ്മളുമായിട്ട് വളരെ പ്രായോഗികമായിട്ട് സഹായിക്കുന്നൊരു വചനമുണ്ട്. അത് യോഹന്നാൻ 3:21. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. മതി. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവന്റെ സത്യം പ്രവർത്തിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നു. കാരണം അവന്റെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നുവെന്ന് വെളിപ്പെടുന്നു. അത് കാര്യത്തില് ഇപ്പം നമ്മുടെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? അവൻ പറയണ പോലെ ചെയ്യണമല്ലേ, പക്ഷെ അത് പ്രവൃത്തിയല്ലേ. പക്ഷെ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദൈവത്തോട് ഐക്യപ്പെട്ടാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളോർക്കും പിന്നെ ഞങ്ങൾ അങ്ങനെയല്ലേ ചെയ്യണമെന്ന്. പക്ഷെ ചിലരങ്ങനെയല്ല. പലരും ഈ ഇൻറ്റൻഷൻ ഐക്യത്തിലാണ് ചെയ്യണത്, നിയോഗ ഐക്യത്തിൽ. അവിടെ ഒരു ഭയങ്കര തെറ്റുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദൈവ ഐക്യത്തിലല്ല ചെയ്യണ ഉടമ്പടി. ഇപ്പം നിങ്ങൾക്ക് വിസ കിട്ടണില്ല, ഉടനെ നിങ്ങളെന്താ ചെയ്യണത്? ഉടമ്പടി എടുക്കും. എന്നിട്ട് നിങ്ങളെ ഉപപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവേ. എന്തിനാണ്? വിസ കിട്ടാൻ വേണ്ടിയാണ്. അപ്പം അതെന്താ? നിയോഗ ഐക്യത്തിലാണ് ചെയ്യണം. ദൈവത്തിന് അവിടെ ബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ജോലിയില്ല, അല്ലെങ്കിൽ വീട് ജപ്തിയാണ്. അപ്പം നിങ്ങൾ ഈ കാണുന്ന ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ നാട്ടിൻ പുറത്താണെങ്കിലും ഇനി ഉടമ്പടി എടുത്തില്ലെങ്കിലും നിങ്ങൾ കുർബാനയും കുമ്പസാരവും ഒക്കെ എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ എന്താ വിഷയം? ദൈവൈക്യത്തിലല്ല, നിയോഗ ഐക്യത്തിലാണ്. ഇത് ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഇരുട്ടി തപ്പണാണ്. എന്ന് വെച്ചാൽ നിയോഗ ഐക്യത്തിൽ ദൈവതിരുസന്നിധിയിൽ ഒരു സൽപ്രവൃത്തിയും സ്വീകാര്യമല്ല. അതിൻ്റെ അകത്തൊക്കെ വരുന്നൊരു വിഷയം വെച്ചാൽ ദൈവത്തിനവിടെ റോളില്ലല്ലോ. നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യണതാ. അതുകൊണ്ട് തന്നെ അത് പക്ഷെ മനുഷ്യൻ അറിയാതെ വിചാരിക്കും നമ്മൾ പ്രാർത്ഥിക്കില്ല. അപ്പം ദൈവത്തോടല്ലേ? ദൈവത്തോടാണ് പ്രാർത്ഥിക്കണത്. പക്ഷെ ഐക്യമാരാണ് നിയോഗത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നത്. അതാണ് യോഹന്നാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറയണത്. നിങ്ങളുടെ പ്രവർത്തികൾ സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവർത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. പ്രവർത്തികൾ, നമ്മുടെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിലാണെന്ന് നോക്കണം. അതാ നിയോഗ ഐക്യത്തിൽ തന്നെ കിടക്കണം നോക്കണം. ഇപ്പോഴ് നമ്മൾ പെട്രോൾ അടിക്കണ മുമ്പേ നമ്മൾ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോഴേ അവരാ നോബ് ഇങ്ങനെ പിടിക്കുമല്ല. നോബ് പിടിച്ചിട്ട്
അവർ കാറിയട്ടല്ല നോക്കണത്. അവർ പെട്രോളിൻ്റെ ആ ഡാഷ്ബോർഡില്ലേ അതുമേലാണ് നോക്കണത്. എന്താ നോക്കണത്? ഡീസലാണ് അടിക്കാൻ പോണത്, പെട്രോളാണ് അടിക്കാൻ പോണെന്നാണ് നോക്കണത്. അത് നോക്കിയിട്ട് നമ്മളോട് ചോദിക്കും ഡീസലാണോ പെട്രോളാണെന്ന്. അപ്പോൾ നമ്മൾ പറയും പെട്രോളാണ് അല്ലെങ്കിൽ ഡീസലാണെന്ന് പറയുമ്പോൾ അവരങ്ങോട്ടും നോക്കും. അവർ പിടിച്ചിരിക്കുന്ന നോബ് ഡീസലിൻ്റെ ആണ് പെട്രോളിൻ്റെ ആണ്. കാര്യം ഡീസൽ ടാങ്കിൽ പെട്രോൾ ഒഴിച്ചുള്ള അവസ്ഥ എന്താണ്? പെട്രോൾ ടാങ്കിൽ ഡീസൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തം എഞ്ചിന് ഊരി കഴുകേണ്ടി വരും. അപ്പം അതുപോലെ തന്നെയാണ് ഈ വിഷയം. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഈ ദൈവ ഐക്യത്തിലാണോ നിയോഗ ഐക്യത്തിലാണോ നോക്കണം. നിയോഗ ഐക്യത്തിലാണെങ്കിൽ പെട്രോൾ ടാങ്കിൽ ഡീസൽ അടിക്കണ പോലെ ഇരിക്കും. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. വെറുപ്പായിട്ട് ആദ്യം അത് മാറും. അത് അടിമത്വമാണ്. വെറുപ്പ് അത് അടിമത്വമാണ്. ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കില്ല. വിശ്വാസം കുറയും, വിശ്വാസത്തിൻ്റെ ലെവൽ കുറയും. ഈ വെറുപ്പ് വരുമ്പോഴത്തേക്കും നിനക്ക് പേടിയും വരും അതിൻ്റെ കൂടെ. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിമയായി മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഞാൻ പറയണത് പ്രാക്ടിക്കൽ കാര്യമാണ്. ഞാൻ ആ രീതിയിലാണ് ഞാനത് കുറേ പ്രാർത്ഥിച്ചിട്ട് എന്തും വാക്ക് പറയും. ഞാൻ പറയേണ്ടതൊക്കെ അച്ഛൻ പറയാറുണ്ട്. അപ്പോൾ പറയുമെന്ന് പറഞ്ഞ് ഞാൻ ഇത് ഇന്നലേക്ക് ഇരുന്ന് ഒരാഴ്ചയായിട്ട് ഇത് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമേ നീ സംസാരിക്കണമെന്ന് പറയും. ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ അടിമത്വം ആണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതിലിരുന്ന് എങ്ങനെയാണ് പുറത്തു വരേണ്ടത്? പുറത്തു വരേണ്ടത് ആദ്യം ചെയ്യേണ്ടത്, പ്രൈസ് ദി ലോർഡ്, ആദ്യം നീ ചെയ്യേണ്ടത് എന്താ? അത് യോഹന്നാൻ 10:15. ഈശോയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ അടിമയാവുമ്പോൾ നമുക്ക് തോന്നും ഞാൻ എന്തായാലും പാപിയാണ്, ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും. അങ്ങനെ സാത്താൻ നമ്മളകത്ത് വെച്ചിരിക്കുക. എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, എനിക്ക് അനുഭവം കിട്ടാത്തത്, ഞാൻ പാപിയായി, എനിക്ക് ഈ അടിമത്വത്തിലിരുന്ന് പുറത്ത് വരാൻ സാധിക്കില്ല. അങ്ങനെ ഒരു തോന്നൽ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് യോഹന്നാൻ 10:15 ഈശോ പറയണ, എൻ്റെ ആടിനെ എനിക്കറിയാം, നീ എന്താണ്, നീ എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയാം, നിൻ്റെ അവസ്ഥയെ തന്നെയാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ എന്നിലേക്ക് വാ, നീ എങ്ങനെ തന്നെ ആയിക്കോ, എന്ത് ദേഷ്യമുള്ളവളായിക്കോട്ടെ, ദേഷ്യമുള്ളവനായിക്കോട്ടെ, എന്ത് വെറുപ്പുണ്ടോ, എന്ത് വിദ്വേഷമുണ്ടോ, എല്ലാം ആ അവസ്ഥ ഈശോയ്ക്ക് അറിയാം. നിന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം നിന്നെ വിളിക്കുന്നത്. നീ വിലപ്പെട്ടതാണ്, നീ അഴുക്കായി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിന്നെ കളയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നിന്നെ കളയില്ല. ദൈവത്തിന് അതേ വിലയാണ് നിനക്ക്. എല്ലാവർക്കും ഒരേ വിലയാണ് ഈശോയ്ക്ക്. നീ പാപം ചെയ്താലും നിന്നെക്കുറിച്ച് ആ വില തന്നെയാണ് ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കയ്യിൽ 10 സെൻറ്റ് സ്ഥലമുണ്ട്. നമുക്ക് അതിൽ 1 സെൻറ്റ് കുഴിയാണ്. അതിൽ നമ്മൾ കുറേ ചവരൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഞമ്മത് വിൽക്കുമ്പോഴത്തേക്കും ഞമ്മ എന്താ പറയുക? 9 സെൻറ്റേ ഉള്ളൂ എന്ന് നമ്മൾ പറയുക. ഞമ്മ എന്ത് പറയും? 10 സെൻറ്റ്. ബാക്കി 9 സെൻറ്റ് നല്ല ക്ലീനും അതിൽ നല്ല പൂച്ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്നിൽ ചവറാണെങ്കിൽ ഇത് ചവറാണ്, 9 സെൻറ്റേ ഉള്ളൂ, നീ 9 സെൻറ്റ് കാശ് തന്ന് നമ്മൾ പറയുക? ഇല്ല, ആരെങ്കിലും നിങ്ങൾക്ക് വിൽക്കുക? എല്ലാത്തിനും ഒരേ വിലയാണ്. പ്രൈസ് ദി ലോർഡ്. അഴുക്കാണെങ്കിലും ദൈവം നിന്നെ സൃഷ്ടിച്ചതാണ്. ദൈവം നിന്നെ ക്ലീൻ ചെയ്യും. ദൈവം അതിന് പറയുകയാണ്, നീ എൻ്റെ കയ്യിലേക്ക് വന്നാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവം വിളിക്കുന്നത്. ആരെ? ഈ അവസ്ഥയിൽ തന്നെ പാപിയായിരുന്ന പത്രോസ്, ചുങ്കക്കാരനായ മത്തായി പാപിയായിരുന്നു, സഖ്യയൂസ് പാപിയായിരുന്നു. ആ അവസ്ഥയൊക്കെ ദൈവത്തിന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീ എന്നെ അനുഗമിക്കുക എന്ന് ഈശോ വിളിച്ചത്. ഹല്ലേലൂയ. ആ വിളി നമുക്കുണ്ട്. ആ ചെവിയിൽ നമുക്ക് ആ സ്വരം കേൾക്കുന്നില്ല. അതാണ് പ്രശ്നം. നമ്മൾ പിന്നെ ഈ അടിമത്വത്തിൽ പിടിച്ചിരിക്കുക. അപ്പോൾ പത്രോസ്, ഈ മത്തായി, അവരൊക്കെ ചെയ്തത് എന്താണ്? എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ ലോകത്തിൻ്റെ എല്ലാം വിട്ടിട്ട് അങ്ങോട്ട് പോകുന്നു. അടിമത്വം വിട്ടിട്ടാണ് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ സ്വരം കേൾക്കാത്തതിൻ്റെ കാര്യം,
ചെവി കൊടുക്കാറില്ല. നമ്മൾ ഈ ലോകത്തിലേക്കാണ് ചെവി കൊടുക്കുന്നത്. എൻ്റെ കടബാധ്യത, എന്നെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അത്, ആരെന്നെക്കുറിച്ച് മോശം പറഞ്ഞു, ആരെന്നെ പുകഴ്ത്തി പറയുന്നു, അതിനെക്കുറിച്ചാണ് നിനക്ക് ധാരണ. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും വിളിക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശ്രദ്ധ മാറിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. 4 പേര് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിൽ ഒരാളെ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ അയാൾ പറയണത് മാത്രമേ കേൾക്കൂ, ബാക്കി 3 പേരെ കേൾക്കുക. അപ്പോൾ ഇവിടെ ദൈവം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ലോകത്തെയാണ്. കൊളോസ്യർ 3:2 അതാ പറയണത്. പരിശുദ്ധാത്മാവ് പറയണത് നിൻ്റെ ശ്രദ്ധ എപ്പോഴും സ്വർഗത്തെ നോക്കിയായിരിക്കണം, ലോകത്തെ നോക്കിയായിരിക്കരുത്. അപ്പോൾ സ്വരം കേൾക്കില്ല, ചെവിയുള്ളവർ കേൾക്കട്ടെ എന്നാണ് ഈശോ പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ പറയണതൊക്കെ മനസ്സിലാകണ്ട. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്. നീ ശ്രദ്ധിക്കേണ്ടത് ദൈവം നിന്നോട് എന്ത് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. എങ്ങനെയാണ് നമ്മളിപ്പോൾ അടിമത്തത്തിലിരുന്ന് പുറത്തു വന്നാൽ, ഒന്ന് ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ബൈബിൾ ആദ്യം വായിക്കാൻ തുടങ്ങുക. അതിനാണ് ഉടമ്പടിയിൽ ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കുമ്പോൾ വെറുതെ വായിച്ച് തീർത്ത് അരമണിക്കൂർ എങ്ങനെയും അത് തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഇല്ലാതെ, അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദൈവം എന്നോട് എന്ത് സംസാരിക്കും. നീ ഇത് വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിനക്ക് അത് അനുഭവം കിട്ടും. പതുക്കെ 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 നീ നുണ പറയാൻ തുടങ്ങുമ്പോൾ, ഞാൻ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യം ദൈവം തരും, പരിശുദ്ധാത്മാവ് നിനക്ക് തരും. ആരെങ്കിലും നീ വെറുക്കുകയാണെങ്കിൽ, അസൂയപ്പെടണമെങ്കിൽ, ഇത് അസൂയാണ്, ദൈവമല്ലേ നിൻ്റെ കൂടെ ഉള്ളത്. നീ അതിനെ താരതമ്യപ്പെടുത്തി നോക്കുക. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, നിൻ്റെ കൂടെ നിൻ്റെ ദൈവം, ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. അത് നിനക്ക് ബോധ്യം വരും. നീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ആഗ്രഹിക്കുക, ഞാൻ ഈ പാപത്തിരുന്ന് പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുക. ആദ്യത്തത്. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ആഗ്രഹിക്കുന്നത്? ഞാൻ ഈ ബലഹീനതയാണ്, എന്നെ ദൈവം വിളിക്കുകയാണ്, ഈ അവസ്ഥയിൽ തന്നെ എന്നെ വിളിക്കുകയാണ്. ദൈവം ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, ദൈവം എന്നെ സ്നേഹിക്കുകയാണ്. അപ്പോൾ അടിമത്തത്തിലിരുന്ന് പുറത്തേക്ക് വരാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ദൈവത്തിൻ്റെ വിളി വേറെ ഒന്നുണ്ട്. നിന്നെ അടിമത്തത്തിലിരുന്ന് പുറത്താക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ബോധ്യം നിനക്ക് വേണം. ദൈവം ഈജിപ്തിൽ ഇരുന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിച്ചത്, പുറത്ത് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? കാനാദേശം കൊടുക്കാനാ, അനുഗ്രഹം കൊടുക്കാനാ, പാലും തേനും ഒഴുകുന്ന രാജ്യം കൊടുക്കാനാ. അപ്പോൾ നീ അടിമത്തിലിരുന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നിനക്ക് അനുഗ്രഹം കാത്തിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യം നിനക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ നമ്മൾ ഈ പറയണ ആരെങ്കിലും കുറ്റം പറഞ്ഞ്, മോശമായിട്ട് സംസാരിച്ച്, മറ്റൊരു കുറ്റം കേട്ട്, ഇല്ല പിറുവെറുത്ത്, ഇതൊക്കെ നീ വിടാൻ തുടങ്ങുമ്പോൾ തന്നെ നിൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കടന്നു വരും. കാനാദേശത്തെ നോക്കിയാണ് നീ പോകുന്നത്. നീ അടിമത്വത്തിലിരുന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ ദൈവം കൈപിടിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ദൈവം വിളിക്കുന്നത് വെറുതെ നീ അടിമത്വത്തിലിരുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി വേറെ സ്ഥലത്തേക്ക് അടിമത്വം ആക്കാൻ വേണ്ടിയിട്ടില്ല, വേറെ നിന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. ദൈവം അവിടെ ഇരുന്ന് വലിച്ചെടുക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്ക് തരാനാണ്, ദൈവത്തെ വെളിപ്പെടുത്തി തരാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ബോധ്യം കൂടി വേണം. ഞാൻ ഈ പാപം വിട്ടുകഴിഞ്ഞാൽ, ഇപ്പം ചില മോശമായിട്ട് പടം കാണണം, ഈ സ്ക്രോൾ ചെയ്ത് മൊബൈൽ കാണും, ഇതിലൊക്കെ എന്താ തെറ്റാ, എല്ലാവരും കാണണമല്ലേ. അതുപോലെ മദ്യപാനം കൊണ്ട് സംഭവിക്കുന്നത് ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രാർത്ഥന മുടങ്ങും. ഹല്ലേലൂയ. പിന്നെ എന്തെങ്കിലും കാരണം അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും പ്രാർത്ഥിക്കാൻ ഉള്ള സമയം പ്രാർത്ഥിച്ച് പ്രാർത്ഥനയാണ് സാത്താൻ ഏറ്റവും വലിയ മുടക്കണം. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പ്രാർത്ഥന മുടക്കണമല്ലോ. പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ പോകും. മദ്യപിക്കാൻ പോകാൻ പറ്റില്ല, കൂട്ടുകാരവിടെ കാത്തിരിക്കും. ഇല്ല TV സീരിയലിൽ അടിമത്വമാണെന്ന് വെച്ചോ, പ്രാർത്ഥനയാണ് ആദ്യം മുടങ്ങാൻ പോകണം. പിന്നെ നമ്മൾ ക്രമീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ TV പ്രോഗ്രാമോ ഇപ്പോൾ സീരിയലിനുള്ള മൊബൈൽ
മൊബൈലിൽ അടിമത്വമാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ അടിമത്വമാണ്, നമുക്കറിയില്ല.